അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോണ വീഡിയോ എന്താണെന്ന് അറിയുമോ? ഞങ്ങൾ മേൽപ്പഴനി പോയതാണ് കേട്ടോ. അപ്പോൾ ഞാനിതുവരെ മേൽപ്പഴനി കണ്ടിട്ടില്ലായിരുന്നു, അമ്പലത്തിൽ പോയിട്ടില്ല. പഴനിമല പോയി എന്നല്ലാതെ മേൽപ്പഴനി ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് നന്ന് മേൽപ്പഴനി പോയി വരാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ ഇതാ ഊർക്കടവ് പാലത്തുമ്മൽ എത്തിയപ്പോൾ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, ചൂണ്ടയിടണം മീനെ പിടിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വീഡിയോ എടുക്കുക, നല്ല രസമല്ല ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ മേൽപ്പഴനി എത്താനായിട്ടോ. അപ്പോൾ മേൽപ്പഴനി എനിക്ക് കറക്റ്റ് അറിയൊന്നുമില്ലായിരുന്നു, പിന്നെ ഞങ്ങൾ വേഗം അവിടെ എത്തിയിട്ടോ. അങ്ങനെ മേൽപ്പഴനി എത്തി തൊഴുത് വഴിപാടൊക്കെ കഴിച്ചിട്ടോ. ചുറ്റും എന്താ പറയുക, നെയ്വിളക്ക് കഴിച്ച്, പിന്നെ എള്ളുതിരി, പിന്നെ നാഗത്തിൻ്റെ അവിടെ വഴിപാടൊക്കെ കഴിച്ചതിന് ശേഷം കേട്ടോ ഞങ്ങൾ വീഡിയോ എടുത്തത്. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ഇത് അവിടെ എത്തിയപ്പം ഭയങ്കര ഒരു പ്രത്യേകത കേട്ടോ. എന്താ പറയുക, ഒരു ശാന്തമായ ഒരു സ്ഥലത്ത് അധികം ഒച്ചയും ഇതൊന്നും ഇല്ലാതെ നല്ല രസമുണ്ട് അവിടെ എത്തിയപ്പോൾ കാണാനൊക്കെ. അപ്പോൾ അവിടെ നിന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പിന്നെ ഞങ്ങൾ ചുറ്റുഭാഗം നടന്ന് കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് പോയ കുറേ സ്റ്റെപ്പുകളുണ്ട്, 3 ഭാഗത്ത് കൂടെ വരാമെന്നാണ് പറഞ്ഞത്. സ്റ്റെപ്പ് കയറിയിട്ടുണ്ട്, സ്റ്റെപ്പ് റോഡ് സൈഡിനുണ്ട്, പിന്നെ വേറെ ഏതൊരു വശം കൂടെ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി കുറച്ചൊക്കെ ഒന്ന് നടന്ന് നോക്കിട്ടോ. പിന്നെ രാത്രി ആയതുകൊണ്ട് വല്ലാതെ താഴേക്കൊന്നും പോയില്ല. എന്താ എന്തോ രസം അറിയാം ഈ അമ്പലം കാണാനും വേണ്ടിയിട്ട്. അപ്പോൾ പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിട്ടോ, നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. പിന്നെ തൊഴുത് നമുക്ക് മനസ്സിനൊക്കെ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ തന്നെ. അങ്ങനെ അതാ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു അമ്പലം ഞാൻ ആദ്യമായിട്ട് കാണുകയാണേനും. പഴനിയിലല്ലാതെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു അമ്പലം ഉള്ളത് ഇപ്പോൾ കുറച്ചായിട്ടുള്ള അറിയണത് കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.